Good morning, everyone. This is Advocate Amir Shah. ഇന്ന് നമുക്ക് ഒരു പ്രധാന വിഷയം റിയൽ എസ്റ്റേറ്റ് മേഖലയെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് നമുക്ക് എൻ്റെ കയ്യിലുള്ള ഒരു ചെറിയ ഹാർമോണിയം ഉപയോഗിച്ചുകൊണ്ട് ഒരു റിതം വായിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. സോ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഒരാള് എന്തുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപം നടത്തണം? ഇതാണ് ഇന്നത്തെ ചോദ്യം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ സമൂഹത്തില് ഏതൊരാൾക്കും വിജയിച്ചു എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായും റിയൽ എസ്റ്റേറ്റ് മേഖലയെ തൊടാതെ, റിയൽ എസ്റ്റേറ്റ് മേഖലയെ അനുഭവിക്കാതെ ഏതൊരാൾക്കും വിജയത്തിൽ എത്താൻ കഴിയില്ല. ഞാൻ കാരണം പറയാം. വിജയിച്ചു എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ നോക്കിയാൽ അവർ എന്തുകൊണ്ട് വിജയിച്ചു, എങ്ങനെ വിജയിച്ചു എന്ന് നിങ്ങൾക്ക് കാണണമെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ അസറ്റ് ഉണ്ടായിരിക്കണം. ഏതൊരാളും വെൽ സെറ്റിൽഡ് ആണ് എന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ അദ്ദേഹത്തിന് ഒന്നുകിൽ ഒരു കാറ്, വീട്, സ്ഥലം, ബിൽഡിങ്സ്, ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ അദ്ദേഹത്തിൽ കാണുന്നു എങ്കിൽ അത്തരം ആളുകളെയാണ് നമ്മൾ വിജയിച്ച ആളുകൾ എന്ന് പറയുന്നത്. അപ്പോ ഒരാൾക്ക് തൻ്റെ ജീവിതത്തിൽ ഒരു സെന്റ് സ്ഥലമോ ഒരു ചെറിയ വീടോ ഒരു ഫ്ലാറ്റോ ഒന്നും തന്നെ നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ അവനെ ഒരിക്കലും നമുക്ക് ഒരു സക്സസ്ഫുൾ പേഴ്സൺ എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഏത് വിജയിച്ച വ്യക്തിയെയും, എത്ര പ്രഗത്ഭനായ വ്യക്തിയെയും നമ്മൾ അവസാനം കാണുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു അസറ്റ് ഹോൾഡറായി മാറിയിരിക്കും എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ഓരോ ആളുകളെയും വിജയിച്ച ആളെന്നും പരാജയപ്പെട്ട ആള് എന്ന് പറയുന്നത്. ഞാൻ പറയാൻ കാരണം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ധാരാളം ക്യാഷ് വരികയും പോവുകയും ചെയ്യാറുണ്ട്. പക്ഷെ അത്തരം ക്യാഷിനെ നമ്മൾ എത്രമാത്രം കൃത്യതയോടെ മാനേജ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഈവൻ ഇഫ് യു ക്യാൻ ബൈ 1 cent ലാൻഡ് ഇൻ എ വെരി പ്രൈം ലൊക്കേഷൻ, യു ബൈ ഇറ്റ് ടുഡേ, നോട്ട് ടുമോറോ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? നിങ്ങളടുത്ത് എത്ര രൂപ ഉണ്ട്, എത്ര ഫണ്ട് ഉണ്ട് എന്നതല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം ഫണ്ട് നീക്കിയിരിപ്പുണ്ട്, അത് എത്രമാത്രം കൃത്യതയോടെ നിങ്ങൾക്ക് നിക്ഷേപം നടത്താൻ പറ്റും, ഇതാണ് എൻ്റെ ചോദ്യം. ഫണ്ട് ധാരാളം ഉള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട്, പക്ഷെ അവരാരും നിക്ഷേപം നടത്തുന്നില്ല. കാരണം അവർക്ക് അറിയില്ല എങ്ങനെയാണ് നിക്ഷേപം നടത്തുന്നത്. ഇവിടെയാണ് ഒരു റിയൽ എസ്റ്റേറ്റ് അറ്റോർണി, അതല്ലെങ്കിൽ ഒരു ലോയർ എന്ന നിലക്ക് നിങ്ങൾക്ക് എൻ്റെ സേവനം ഉപയോഗിക്കാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത്, നിങ്ങളുടെ ചുറ്റുപാടിൽ, നിങ്ങൾ മലപ്പുറമോ കോഴിക്കോടോ തൃശ്ശൂരോ കൊച്ചിയോ എവിടെയാണെങ്കിൽ പോലും ഇന്ന് നിങ്ങൾക്ക് ഉള്ള ഒരു ലിക്വിഡിറ്റി എത്രയാണോ അതിന് അനുസൃതമായി നമ്മുടെ ചുറ്റുപാടിൽ എവിടെയാണ് നിങ്ങൾക്ക് സ്ഥലം
ലഭിക്കുന്നത്. അത്തരം സ്ഥലങ്ങളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ നിങ്ങളെ ഒരു നിക്ഷേപകനായി മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. എന്തുകൊണ്ട് നിങ്ങളൊരു നിക്ഷേപകൻ ആവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിക്ഷേപകൻ ആവാൻ കഴിഞ്ഞില്ല എങ്കിൽ സൊസൈറ്റി വിൽ നെവർ റെക്കഗ്നൈസ് യു. ഇതാണ് പ്രത്യേകത. ഇനി നമുക്ക് കൊച്ചിയിലേക്ക് വരാം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത്, ഒരു ബിസിനസ് ലോകം എന്ന് ഞാൻ കാണുന്നത് കേരളത്തെ നോക്കിക്കഴിഞ്ഞാൽ കൊച്ചി മാത്രമാണ്. എന്തുകൊണ്ടാണ് കൊച്ചിയെ നമ്മൾ നോക്കുന്നത് നോക്കാം. കൊച്ചി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നും നമ്മുടെ ആളുകൾക്ക് എന്താണ് കൊച്ചി, എങ്ങനെയാണ് കൊച്ചി, എന്താവും കൊച്ചി എന്ന് ഇപ്പോഴും സാധാരണക്കാരായ ആളുകൾക്ക് അറിയില്ല. ഇതാണ് ഒരു പ്രധാന പ്രശ്നം. നമ്മൾ ദുബായിലോ അല്ലെങ്കിൽ ബോംബെയിലോ അതല്ലെങ്കിൽ പിന്നെ ഹൈദരാബാദിലോ ബാംഗ്ലൂരിലൊക്കെ കൊണ്ടുപോയി നമ്മൾ ക്യാഷ് നിക്ഷേപം നടത്തുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ നിക്ഷേപം നടത്തുന്നതിൻ്റെ എത്രയോ കുറഞ്ഞ റേറ്റിൽ ഇന്ന് നമുക്ക് കൊച്ചിയിൽ ഫ്ലാറ്റുകൾ, ലാൻഡുകൾ അവൈലബിൾ ആണ്. പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ കൊച്ചിയിൽ കൊടുക്കുന്ന ലാൻഡ് വാല്യൂടെ 1, 1.5 ഇരട്ടിയോ 2 ഇരട്ടിയോ ഒക്കെ നമ്മൾ ബാംഗ്ലൂർ കൊടുക്കണം. ഇതാണ് അതിന്റെ പ്രത്യേകത. പക്ഷേ ബാംഗ്ലൂരിനേക്കാൾ കുറഞ്ഞ റേറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള ഭൂമിയും വസ്തുക്കളും പിന്നെ ഫ്ലാറ്റുകളും സ്പേസുകളും നമുക്ക് ലഭിക്കുമ്പോൾ ദിസ് ഇസ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ യു ടു കം ആൻഡ് ഇൻവെസ്റ്റ്. ഇവിടെ നിങ്ങൾക്ക് പല ആളുകൾക്കും അറിയാത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കൊച്ചി എന്ന് പറയുന്നത് കോടികൾ മാത്രം നിക്ഷേപം നടത്തുന്ന ഒരു ഏരിയ ആണ്, അവിടെ എനിക്ക് എന്ത് സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയട്ടെ, കൊച്ചി എന്ന സ്ഥലത്ത് ഇന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 20 25 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങിത്തരാൻ നമുക്ക് കഴിയും. ഇന്ന് ടാറ്റ തൃത്വം എന്ന് പറയുന്ന ഒരു വലിയ പ്രൊജക്ട് കൊച്ചിയിൽ വരുന്നുണ്ട്. ആ പ്രൊജക്റ്റില് ഒരു ഫ്ലാറ്റിന്റെ വില എന്ന് പറയുന്നത് 2.5 കോടി മുതൽ 10 കോടി വരെയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഫ്ലാറ്റുകൾ അല്ലെങ്കിൽ സമുച്ചയങ്ങൾ അവർ പണി തീർത്ത് കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ഹ്യൂജ് ഇൻവെസ്റ്റേഴ്സ് കേരളത്തിലേക്ക് വരുന്നു എന്നും കേരളത്തിൽ വളരെ പൊട്ടൻഷ്യലായ ഒരു സ്ഥലമുണ്ട്, അതാണ് കൊച്ചി എന്നും അവിടെ നിക്ഷേപം നടത്തിയാൽ എനിക്ക് എൻ്റെ നാട്ടിൽ തന്നെ ലാൻഡ് ലഭിക്കുമെന്നും എനിക്ക് അവിടെ നിന്ന് ലാഭം എടുക്കാമെന്നും എല്ലാ NRI നിക്ഷേപകരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നമ്മൾ പറയാറുണ്ട്, പല ആളുകളും ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോയാൽ തിരിച്ചു വരുന്നില്ല എന്ന്. അത് വളരെ തെറ്റായ ധാരണയാണ്. അവിടെ ഏത് സ്ഥലത്ത് പോയാലും, നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും, എവിടെ സിറ്റിസൺഷിപ്പ് എടുത്തു കഴിഞ്ഞാലും അവിടുത്തെ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡ്രോപ്പ് ചെയ്യാം. നിങ്ങൾ ഒരിക്കൽ ഒരു രാജ്യത്ത് പോയി സിറ്റിസൺ ആയി എന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇന്ത്യക്കാരൻ അല്ലാതാവുന്നില്ല. ഒരേ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ രാജ്യത്ത് ഡുവൽ സിറ്റിസൺഷിപ്പ് നമ്മൾ അനുവദിക്കുന്നില്ല. സോ നിങ്ങൾ മറ്റൊരു രാജ്യത്ത് പോയി ഒരു സിറ്റിസൺഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ സെയിം ടൈം യു ഹാവ് ടു ഡ്രോപ്പ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഇന്ത്യൻ ഒറിജിൻ എന്ന കാർഡ് നമ്മുടെ ഇന്ത്യൻ എംബസിയിൽ നിന്ന് ലഭിക്കും. ദാറ്റ് ഈസ് അനദർ ഡോക്യുമെന്റ് ദാറ്റ് യു ക്യാൻ ടേക്ക് ബാക്ക് യുവർ സിറ്റിസൺഷിപ്പ് ബാക്ക്. അപ്പോൾ പല ആളുകളും യൂറോപ്പിൽ പോയ പല ആളുകളും വയസ്സാവുന്ന കാലത്ത് അവരുടെ എല്ലാ സമ്പാദ്യവും നേടിയ ശേഷം അവർക്കിനി ജോലിയില്ല എന്നൊരവസ്ഥ വരുമ്പോൾ അവിടെ ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് വളരെ കൂടിയ റേറ്റിലാണ്, അവിടെ ഇൻഷുറൻസ് ലഭ്യമല്ല എന്ന് തിരിച്ചറിയുന്ന ഒരവസ്ഥയിൽ അവർ പറയുകയാണ്, മൈ കൺട്രി ഈസ് ദ ബെസ്റ്റ് കൺട്രി. കേരളത്തിൽ ഇപ്പോഴും യൂറോപ്പിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും നല്ല മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഇന്ന് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഇൻഷുറൻസ് ഫെസിലിറ്റി ഇന്ന് ഇവിടെ അവൈലബിൾ ആണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് 0 കോസ്റ്റ്ലി ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ടാവില്ല, GCC പോലെ. പക്ഷേ തെറ്റില്ലാത്ത പ്രീമിയം നൽകി കഴിഞ്ഞാൽ ലൈഫ് സെറ്റിൽഡ് എന്ന് പറയുന്നതിന് തുല്യമായ രൂപത്തിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നു. അതുപോലെ നല്ല ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ അവസരം ലഭിക്കുന്നു. അതുപോലെ തന്നെ ഗ്ലോബലി വളരെ ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനികൾ കൊച്ചിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഒരു നല്ല തീരുമാനം എടുത്തുകൊണ്ട് എനിക്ക് കൊച്ചിയിൽ ഒരു പ്രോപ്പർട്ടി വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ
ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഡിസിഷൻ യു ക്യാൻ മേക്ക് ഇൻ യുവർ ലൈഫ് ടുഡേ. എല്ലാ ആളുകളും നിങ്ങളോട് പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് ഉപദേശിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി വാങ്ങാനോ അല്ലെങ്കിൽ കൃത്യമായ നിരക്ക് അത് വാങ്ങിയെടുക്കാനോ കഴിയില്ല. നോ വൺ ഈസ് ബോതേർഡ് ടു അഡ്വൈസ് യു ടു മേക്ക് റിച്ച്. ഇവിടെ ഫ്ലോറ ഗ്രീൻ പ്രോപ്പർട്ടീസ് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിൽ ധാരാളം പ്രോപ്പർട്ടീസ് ഉണ്ട്. അതല്ല എങ്കിൽ നിങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ചുകൊണ്ട്, നിങ്ങളുടെ ബജറ്റ് അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട പ്രോപ്പർട്ടീസ് കണ്ടെത്താൻ ഇന്ന് ഫ്ലോറ ഗ്രീൻ പ്രോപ്പർട്ടീസിന്റെ കീഴിൽ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് കണ്ടെത്തുകയും അതിന്റെ ഡോക്യുമെന്റേഷൻ എല്ലാ വെരിഫിക്കേഷൻ നടത്തിക്കൊണ്ട് ഒരു ലോയർ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട്, അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ അത് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് അത് നിങ്ങളുടെ കയ്യിൽ എത്തിയെന്നും നിങ്ങൾ മനസ്സമാധാനത്തോടെ അതിന്റെ ഒരു അസറ്റ് ഹോൾഡറായി മാറിയെന്ന് നിങ്ങൾക്ക് ബോധ്യം വരുന്നത് വരെ I am with you. Here is the point where you can contact me. And when you think of investing in Kochi, there are multiple reasons why you should come to Kochi and invest. ഇന്ന് കൊച്ചി എന്ന് പറയുന്നത് അടുത്ത 5-10 വർഷം കൊണ്ട് 50,000 കോടി വിദേശ നിക്ഷേപം കേരളത്തിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ആൾറെഡി 100,000 IT പ്രൊഫഷണൽസ് കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. AI വന്നതോടുകൂടി ഇനിയും 100,000 പുതിയ ജോലികൾ കൊച്ചി ബേസ്ഡ് നമുക്ക് നൽകാൻ കഴിയും എന്നെല്ലാം പറയുമ്പോൾ കൊച്ചി ഈസ് ദി ഒറിജിനൽ ഗോൾഡ്. നിങ്ങൾ സാധാരണ നിങ്ങളിൽ ലഭിക്കുന്ന ആഭരണമായി ധരിക്കുന്ന ഗോൾഡിനേക്കാൾ എത്രയോ നല്ല ഒരു ഫ്യൂച്ചർ ഹൊറൈസൺ ആണ് കൊച്ചി എന്ന് പറയുന്നത്. ഇവിടെയാണ് നിങ്ങളുടെ കയ്യിൽ 20-25 ലക്ഷം ഉണ്ട് എങ്കിൽ യു ജസ്റ്റ് ഗിവ് മി എ കോൾ ആൻഡ് ഐ നീഡ് എ പ്രോപ്പർട്ടി ആൻഡ് ഐ വിൽ വർക്ക് ഔട്ട് ഫോർ യു. ഓരോ പ്രോപ്പർട്ടിയും ഇപ്പൊ നിങ്ങൾക്ക് ഒരു 5-6 വർഷം പഴക്കമുള്ള ഒരു ഫ്ലാറ്റ് വാങ്ങണമെങ്കിൽ ദ കോസ്റ്റ് ഈസ് ഡിഫറെന്റ്. അതുപോലെ വളരെ ന്യൂലി ബിൽഡ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് വാങ്ങണമെങ്കിൽ അതിന് ഒരു പക്ഷെ നമ്മൾ 50 ലക്ഷമോ 80 ലക്ഷമോ ഒക്കെ കൊടുക്കുന്നുണ്ട് എന്ന് കരുതി കുറഞ്ഞ ഫണ്ട് ഉള്ള ആളുകൾക്ക് കൊച്ചിയിൽ സ്കോപ്പ് ഇല്ല അല്ലെങ്കിൽ സ്പേസ് ഇല്ല എന്ന് പറയുന്നത് തികച്ചും തെറ്റായ ധാരണയാണ്. അത് നമ്മൾ തിരുത്തിയേ തീരൂ. എല്ലാ ആളുകൾക്കും തങ്ങളുടെ കഴിവിനനുസരിച്ച് വരാനും സ്പേസ് നേടിയെടുക്കാനും അവിടെ ഒക്കുപ്പ ചെയ്യാനും ഞാൻ കൊച്ചിയുടെ ഒരു ഭാഗമാണ് എന്ന് നിങ്ങൾക്ക് പറയാവുന്ന രൂപത്തിൽ, നിങ്ങൾക്ക് അവിടെ കൊച്ചിയിൽ ഒരു അസറ്റ് ഉണ്ട് എന്ന് പറയാവുന്ന രൂപത്തിൽ നമുക്ക് അത് നടത്തിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു മറുവശം. ഇന്ന് നമ്മുടെ കൊച്ചിയെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അമേരിക്കൻ കോമ്പൗണ്ടുകളെ വെല്ലുന്ന രൂപത്തിൽ വളരെ നല്ല വില്ല പ്രൊജക്ട് സ്കൈലൈൻ ബിൽഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീഗാലാൻഡ് പ്രോപ്പർട്ടീസ്, ടാറ്റ പ്രോപ്പർട്ടീസ്, അങ്ങനെ ധാരാളം പ്രൊജക്ടുകൾ ഓരോ ദിവസവും വരികയാണ്. പുതിയ റിംഗ് റോഡുകൾ വരുന്നുണ്ട്. ആ റിംഗ് റോഡിന്റെ 4 വശവും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പുതിയ സമുച്ചയങ്ങൾ വളർന്നു വരുന്നുണ്ട്. കിഴക്കോട്ട് പോകുന്തോറും കൊച്ചി ഇനിയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തുകൊണ്ട് കൊച്ചി വളരുന്നു എന്ന് പറയുന്നതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കൊച്ചി എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഒരു ലുലു മാർക്കറ്റോ അതല്ലെങ്കിൽ മെട്രോ സ്റ്റേഷനോ അല്ലെങ്കിൽ ഒരു ഹൈക്കോടതി മാത്രമുള്ളതല്ല കൊച്ചി. കൊച്ചി എന്ന് പറയുന്നത് അടുത്ത 10-15 വർഷം കൊണ്ട് നമ്മുടെ ലോകത്ത് തന്നെ കിടപിടിക്കുന്ന ഒരു വൻ സിറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വൻ നഗരമാണ്. പക്ഷെ എന്നാൽ പോലും ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ നോക്കുമ്പോൾ നിങ്ങൾ ബാംഗ്ലൂരിനെയോ അല്ലെങ്കിൽ ഹൈദരാബാദിനെയോ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും കൊച്ചിയുടെ ലാൻഡ് വാല്യൂ എന്നത് ബിലോ ആവറേജ് ആണ്. ഇവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, യു ഹാവ് ടു തിങ്ക് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ കൊച്ചി. നിങ്ങൾ മലപ്പുറമോ കാലിക്കറ്റോ ഏത് ഭാഗത്ത് വേണമെങ്കിലും നിങ്ങൾ നിക്ഷേപം നടത്തിക്കോളും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ നിക്ഷേപം റിയൽ മണി എന്ന അർത്ഥത്തിൽ നാളെ തന്നെ നിങ്ങൾക്ക് ലാഭം നേടണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ട് എങ്കിൽ യു ഹാവ് നോ ചോയ്സ് അൺലെസ് യു കം ടു കൊച്ചി ആൻഡ് ഇൻവെസ്റ്റ് ഇൻ കൊച്ചി. ഇവിടെയാണ് ഞാൻ പറയുന്നത്, പല പ്രോപ്പർട്ടീസ് നമുക്ക് വളരെ ചീപ്പായ റേറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ നല്ല ക്വാളിറ്റി ലിവിംഗ് ഉള്ള കമ്മ്യൂണിറ്റിയുടെ കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും.
കൊച്ചിയിൽ ഒരു അസറ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് എൻ്റെ ഫ്ലാറ്റ് ഇവിടെയാണ്, എൻ്റെ ഓഫീസ് ഇവിടെയാണ്, ഇതാണ് എൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അഡ്രസ് ചെയ്യണമെങ്കിൽ കൊച്ചി ഈസ് ദ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അതുപോലെ തന്നെ നമ്മൾ മെഡിക്കൽ ടൂറിസം ലോകത്തിന് തന്നെ പരിചയപ്പെടുത്തിയത് കൊച്ചിയിൽ നിന്നാണ്. മുമ്പ് മെഡിക്കൽ ടൂറിസം എന്നൊരു ടേം ലോകത്ത് എവിടെയും അറിയപ്പെട്ടിരുന്നില്ല. പക്ഷേ ദാറ്റ് വേർഡ് കെയിം ഫ്രം കൊച്ചി. കാരണം നമ്മൾ ആയുർവേദ ട്രീറ്റ്മെന്റ്, ഹോട്ടലുകൾ, അതുപോലെ വെൽനസ് സെന്ററുകൾ, ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മൾ തീരുമാനിക്കുകയാണ് ദർ ഇസ് എ സ്കോപ്പ് ഫോർ വെൽനസ് ടൂറിസം ഇൻ കേരള. ഇതാണ് ഞാൻ പറയുന്നത്. നമുക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങളുടെ കഴിവ് എന്താണ് എന്ന് നമ്മോട് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ഡിസൈൻ എ ഫ്യൂച്ചർ പ്രോസ്പെക്ടസ് ഫോർ യു. അതായത് കൊച്ചിയിൽ നിങ്ങൾ ഇന്ന ബിസിനസ് തുടങ്ങും, നിങ്ങളുടെ ഇന്ന മാർഗത്തിലേക്ക് മുന്നോട്ട് വരൂ, ഇവിടെ നിങ്ങൾ ഇത്ര നിക്ഷേപം നടത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ദ റിയൽ അഡ്വൈസ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് ഫ്രം യുവർ ലൈഫ്. അപ്പോൾ ഞാൻ പറയുന്നത് കൊച്ചി എന്ന് പറയുന്നത് ഓരോ വർഷവും 5% പോപ്പുലേഷൻ കൂടി വരികയാണ്. ടോട്ടൽ പോപ്പുലേഷന്റെ 5% ഓരോ വർഷം കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോപ്പുലേഷന് ഓരോ വ്യക്തിയും ഒരു പക്ഷെ ഓരോ ഫ്ലാറ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും. ഇത്രയും ഫ്ലാറ്റുകൾ ഇന്ന് കൊച്ചിയിൽ അവൈലബിൾ അല്ല. സോ കൊച്ചി എന്ന് പറയുന്നത് ഓരോ വർഷം ഒരു 10 to 15% ഇൻഫ്രാസ്ട്രക്ചർ വളർന്നാൽ മാത്രമേ നമുക്ക് 5% എക്സ്ട്രാ പോപ്പുലേഷന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. കാരണം ഒരു വ്യക്തിക്ക് ഒരു ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ അത്രയും സ്പേസ് നമ്മൾ കൊച്ചിയിൽ ഒക്കുപ്പൈ ചെയ്യണം. അതാണ് 5% വളരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോപ്പർട്ടി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് 5% മാത്രം വളർന്നാൽ പോരാ. ഇറ്റ് ഹാസ് ടു ബി മിനിമം 15 to 20%. അത്രയും സ്പേസ് നമുക്ക് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ എക്സ്ട്രാ വരുന്ന 5% പോപ്പുലേഷനെ നമുക്ക് നിലനിർത്താനും അവരെ പ്രൊമോട്ട് ചെയ്യാനും അവരെ ഡെവലപ്പ് ചെയ്യാനും കഴിയുകയുള്ളൂ. ഇതാണ് പറയുന്നത് കൊച്ചി ഈസ് എ ലാസ്റ്റ് വേർഡ് ദാറ്റ് യു ക്യാൻ ഇൻവെസ്റ്റ് ഇൻ കേരള. മറ്റ് ഏതൊരു സ്ഥലത്ത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ കോഴിക്കോട്, ഐ എം നോട്ട് ഡീഗ്രേഡിങ് കാലിക്കറ്റ് എന്ന സ്ഥലത്തിന് അതിൻ്റെതായ പ്രാധാന്യവും അതുപോലെ അതിൻ്റെതായ ഭംഗിയും എല്ലാം ഉണ്ട്. പക്ഷേ കാലിക്കറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ലൈക്ക് കൊച്ചി. പക്ഷെ കാലിക്കറ്റ് നിങ്ങൾ നിക്ഷേപം നടത്തുന്ന ഏകദേശം അതേ തുകയുണ്ടെങ്കിൽ യു ക്യാൻ ബൈ വെരി ഗുഡ് പ്രോപ്പർട്ടി ഇൻ കൊച്ചി. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി. ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു വീട് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഫ്ലാറ്റ് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സ്പേസ് ആവശ്യമുണ്ടെങ്കിൽ സ്റ്റിൽ വി ക്യാൻ അറേഞ്ച് ഗുഡ് പ്രോപ്പർട്ടീസ്. വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കണ്ടെത്തിക്കൊണ്ട് അതിൻ്റെ മൂല്യനിർണ്ണയം നടത്തിക്കൊണ്ട് ഇന്ന് അതിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്, ആഫ്റ്റർ 10 years വാട്ട് വിൽ ബി ദ വാല്യൂ, ഇതെല്ലാം നമുക്ക് ഒരു കറണ്ട് വാല്യൂ, അതുപോലെ ഫോർകാസ്റ്റ് പിന്നെ ഫോർവേഡ് വാല്യൂ, ഇതെല്ലാം നമുക്ക് കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾക്ക് അഡ്വൈസ് തരാൻ കഴിയും. ഇവിടെയാണ് ഫ്ലോറ ഗ്രീൻ പ്രോപ്പർട്ടീസിന്റെ പ്രാധാന്യവും അഡ്വക്കേറ്റ് അമീർ ഷാ എന്ന റിയൽ എസ്റ്റേറ്റ് അറ്റോർണിയുടെ പ്രാധാന്യവും. അത് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ വിൻ ദ ഗെയിം. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ട്രയാങ്കിൾ ബിസിനസ് മോഡലാണ്. ഒരു സെല്ലർ ഉണ്ട് എങ്കിൽ മറുവശത്തൊരു ബയർ ഉണ്ട് എങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു റിയൽ എസ്റ്റേറ്റ് അറ്റോർണി എന്ന നിലക്ക് എന്നെ പോലെ ഒരു ലോയർ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ പ്ലേ എ സേഫ് ഗെയിം. നിങ്ങളുടെ ക്യാഷ് പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങളുടെ പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റഡ് ആണ്. കറക്റ്റ് പ്രോപ്പർട്ടി ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തു തരുന്നത്. എത്ര പ്രോപ്പർട്ടി വേണമെങ്കിലും യു ഹാവ് ടു ടെൽ മീ, ഐ നീഡ് ദിസ് ഇസ് ദ ബഡ്ജറ്റ്, ഐ നീഡ് എ പ്രോപ്പർട്ടി, ഐ നീഡ് എ ലാൻഡ്. പെരുമ്പാവൂർ എന്ന സ്ഥലത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, പെരുമ്പാവൂര് നമ്മൾ വളരെ ഫേമസ് ആയിട്ട് നമുക്ക് അറിയപ്പെടും ഒരു ടിമ്പർ ബിസിനസിന്റെ ഒരു വലിയ മേഖലയാണ്. പക്ഷെ പെരുമ്പാവൂര് എന്നത് കുറച്ചുകൂടി ഗ്ലോബലി നമ്മൾ അറിയപ്പെടുന്നത് ഡെന്റൽ മാനുഫാക്ചറിങ്, ഡെന്റൽ പ്രൊഡക്ട്സ് ഗ്ലോബലി നന്നായി മാനുഫാക്ചർ ചെയ്യുന്ന വലിയ വലിയ കമ്പനികൾ നമ്മുടെ പെരുമ്പാവൂരുണ്ട്. അതുപോലെ തന്നെ കൊച്ചി എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന കാക്കനാടോ അതല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളോ മാത്രമല്ല. കൊച്ചി കിഴക്കോട്ട് സഞ്ചരിച്ച് നമ്മൾ പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുമായി കണക്ട് ചെയ്യുകയും ഒരു ഈസിയസ്റ്റ് ടൂറിസ്റ്റ് ലൊക്കേഷൻ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടൂറിസ്റ്റ് ലൊക്കേഷനായി മാറുമ്പോൾ വിദേശ കമ്പനികൾക്ക് വരാനും ടൂറിസ്റ്റുകൾക്ക് വരാനും വെൽനസ് ടൂറിസം പ്രൊമോട്ട് ചെയ്യാനും
അതുപോലെ ഗ്ലോബൽ ട്രെൻഡിനനുസരിച്ച് ഒരു ദുബായിയെ പോലെ നാളെ നമുക്ക് കൊച്ചിയെ വാർത്തെടുക്കാൻ കഴിയും. കൊച്ചി ഒരു ഫ്യൂച്ചർ ദുബായ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ദുബായ് പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം യു നീഡ് ടു കൺസിഡർ കൊച്ചി ആസ് ആൻ ആൾട്ടർനേറ്റ്. ഇവിടെയാണ് അതിന്റെ പ്രാധാന്യം. സോ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ അറിയുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ട നിക്ഷേപ ഇൻഫോർമേഷൻ കറക്റ്റായി ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ഇതിൻ്റെ കൂടെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ഐ വിൽ ഗൈഡ് യു. Sometimes when you call me, I am busy, just drop me a WhatsApp message and I will come to you shortly. ഒരു 10-30 കോളുകൾ ഓരോ ദിവസം നമുക്ക് വരുന്ന എന്ന് മനസ്സിലാക്കുമ്പോൾ അതിന് ഓരോ ആളുകൾക്കും കൊടുക്കുന്ന ഒരു സമയമുണ്ട്. അത് ചിലപ്പോൾ 10 മിനിറ്റോ 20 മിനിറ്റോ ഒക്കെ സമയം എടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോ ആളുകളുമായി സംസാരിക്കുന്നതും കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നതും. സോ നിങ്ങൾക്കും നമ്മൾ ടൈം ഷെഡ്യൂൾ തരുന്നതാണ്. ബട്ട് യു കീപ് ഇൻ ടച്ച് ആൻഡ് കോൺടാക്ട് മീ and we'll try to go together. We'll win the business. It's a win-win concept. Flora India Properties നൽകുന്നത് is not a business center. It's a win-win business center. ഇവിടെ നമ്മൾ നിങ്ങൾക്ക് കാലിക്കറ്റ് വേണമെങ്കിൽ പ്രോപ്പർട്ടി അറേഞ്ച് ചെയ്യാൻ പറ്റും, കൊച്ചിയിൽ വേണമെങ്കിൽ പ്രോപ്പർട്ടി അറേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് പലതരം പ്രോപ്പർട്ടീസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ബട്ട് എൻഡ് ഓഫ് ദ ഡേ യു ആർ ദ ഡിസിഷൻ മേക്കർ. യു ഹാവ് ടു കം ഫോർവേഡ് with the right mind and right attitude. You should open your mind and tell me, sir, I need this property. What we can do. So പല ആളുകളും പറയുന്നത് ഒരു പ്രോപ്പർട്ടി വാങ്ങണമെങ്കിൽ 50 ലക്ഷം 60 ലക്ഷം വേണം. സോ ഐ എം നോട്ട് റെഡി ടു ഡു ഇറ്റ്. ദാറ്റ് ഈസ് ടോട്ടലി അബ്സല്യൂട്ട്ലി റോങ്. നിങ്ങൾക്ക് 10 ലക്ഷം രൂപയാണ് നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ ഐ എം നോട്ട് ഗോയിങ് ടു ടേക്ക് യു ടു കൊച്ചി. ഐ വിൽ നോട്ട് ടേക്ക് യു ടു കാലിക്കറ്റ്. But in my surrounding area, definitely I can find you a property. A very good property with a house. Affordable housing package. കുറച്ച് ഉള്ളിലോട്ടാവാം, പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഒരു 10 ലക്ഷമോ 15 ലക്ഷമോ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ we can make you or you will become a house owner tomorrow. ഇവിടെയാണ് ഓപ്പർച്യൂണിറ്റി എന്നത് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. But you have to reach the right person at the right time. ഇനി അഥവാ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്, യു ആർ ഡൂയിങ് എ ബിസിനസ് ഓർ യു ആർ എ സാലറീഡ് പേഴ്സൺ, നിങ്ങളൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്, അങ്ങനെയൊക്കെയാണ് എങ്കിൽ ഒരു നല്ല പ്രോപ്പർട്ടി വേണമെന്ന് പറഞ്ഞാൽ വിൽ പർച്ചേസ് ദ പ്രോപ്പർട്ടി ഫോർ യു ആൻഡ് വിൽ ഹാൻഡ് ഓവർ ടു യു ആൻഡ് യു വിൽ മേക്ക് EMI ഷെഡ്യൂൾ. ഓരോ മാസവും ബാങ്കിലേക്ക് അടച്ചുകൊണ്ട് നിങ്ങൾ അതിന്റെ ബാധ്യതകൾ തീർക്കുന്നുണ്ട്. എത്രയോ ആളുകൾക്ക് നമ്മൾ EMI പ്രകാരം വീട് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് വീട് വാങ്ങിക്കൊടുത്തു EMI പ്രകാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ക്യാഷ് നിങ്ങൾക്ക് സർട്ടൈൻ പ്രോഫിറ്റ് അതിൽ നിന്ന് ലഭിക്കുന്നു. ലെറ്റ്സ് സേ യു ആർ ഗെറ്റിംഗ് എ 15% പ്രോഫിറ്റ് എവറി ഇയർ. അപ്പോൾ ആ 15% പ്രോഫിറ്റിനെ ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങളുടെ ക്യാപിറ്റൽ ഒരിക്കലും നമ്മൾ എടുക്കുന്നില്ല. ഇൻസ്റ്റെഡ് വാട്ട് വിൽ ഡു, വിൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ബാങ്ക്, വിൽ അറേഞ്ച് എ ലോൺ ഫോർ യു ആൻഡ് SBI പോലുള്ള ബാങ്കുകൾ ഒരു 7 to 8% നിങ്ങൾക്ക് ലോൺ തരും. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടി കയ്യിൽ വരും. എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിൽ നിലനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യും, ആ ലാഭവും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. സോ ഇതൊക്കെയാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതുപോലുള്ള കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, ഇതുപോലുള്ള ബിസിനസ് ഐഡിയകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ യു ഹാവ് ടു കം ലൈക്ക് എ പേഴ്സൺ അഡ്വക്കേറ്റ് അമീർ ഷാ. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് എൻ്റെ കൂടി ആവശ്യമാണ്. നിങ്ങൾ വിജയിക്കുക എന്നുള്ളത് എൻ്റെ അടുത്ത് വന്നത് കൊണ്ട് എൻ്റെ കൂടി ആവശ്യമാണ്. സോ നിങ്ങളെ വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ട പദ്ധതികൾ ഏറ്റവും മിനിമം കോസ്റ്റിൽ നമ്മൾ പ്ലാൻ ചെയ്യും. നിങ്ങൾക്ക് ഡിസൈൻ തരും, നിങ്ങൾക്ക് അതിൻ്റെ കൺസെപ്റ്റ് തരും. അതിൽ ഏതാണ് ബെസ്റ്റ് ചോയ്സ് അത് നമ്മൾ ഇരുന്ന് സംസാരിക്കും. എന്നതിന് ശേഷം നമ്മൾ ആക്ഷൻ പ്ലാനിലേക്ക് പോകും. ആക്ഷൻ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു പക്ഷേ 6 മാസമാവാം, അല്ലെങ്കിൽ 2 വർഷമാവാം, അല്ലെങ്കിൽ 3 വർഷമാവും. കാരണം എങ്ങനെയുള്ള ആക്ഷൻ പ്ലാനാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്, അതിനൊരു കാലാവധി ഉണ്ടാവും, ഒരു ടൈം ഫ്രെയിം ഉണ്ടാവും. ആ ടൈം ഫ്രെയിമിൽ ഞാനും നിങ്ങളും ഒരുപോലെ നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ആ പദ്ധതി നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുന്നത്. അതല്ല ഞാനിപ്പോ ഒരു പദ്ധതി നിങ്ങൾക്ക് തന്നു, ഞാനൊരു വഴിക്കും നിങ്ങളൊരു വഴിക്കും പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എ ഫെയിലിയർ ഇൻ ദ പ്രൊപ്പോസൽ. അപ്പോ നമ്മൾ പല ആളുകൾക്കും നമ്മൾ കൂടെ നിന്നുകൊണ്ട് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഹൗസ് വാമിംഗ് വരെ നമ്മൾ കൂടെ നിന്നിട്ടുണ്ട്. They are frequently calling me, this is the status now. I have next area of development coming. What I have to do?
അപ്പോൾ നമ്മൾ അടുത്ത അഡ്വൈസ് കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് വിജയിക്കുന്നത്. ഒരാൾ വിജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വിജയിക്കണമെങ്കിൽ ഞാൻ മാത്രം വിജയിച്ചാൽ പോരാ. ഐ നീഡ് എ മെന്റർ, എ ഫിനാൻഷ്യൽ മെന്റർ. ഒരു ഫിനാൻഷ്യൽ മെന്റർ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബിസിനസ് ഡെവലപ്മെന്റ് ഉണ്ടാവാനും ഫ്യൂച്ചർ പ്രൊജക്റ്റുകൾ ഏറ്റെടുത്ത് നടക്കാനും അതുപോലെ അതിനുവേണ്ട കോൺഫിഡൻസ് നിങ്ങൾക്ക് ലഭിക്കാനും കഴിയുകയുള്ളൂ. ഇവിടെയാണ് ഫ്ലോറ ഗ്രീൻ പ്രോപ്പർട്ടീസിന്റെ സാധ്യതയും അഡ്വക്കേറ്റ് അമീർ ഷാ എന്നത് വ്യക്തിയുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. സോ now the question is, are you ready to call me, and are you ready to be part of Flora Green Properties, and are you ready to be a business holder or an asset holder tomorrow within 1 year? If you have planned to be an asset holder within 1 year time, then you are the person supposed to call me today. അപ്പോൾ നിങ്ങൾ വിളിക്കുക, we will discuss. I am not telling you that I will do 100% right decision for you. കാരണം 100% എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഇൻ മൈ ഹാൻഡ്, ഇറ്റ് ഈസ് ഇൻ യുവർ ഹാൻഡ്. നിങ്ങളുടെ നിങ്ങളിലുള്ള ഒരു പൊട്ടൻഷ്യൽ, നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ള സാധ്യതകൾ, ഇതെല്ലാം നമ്മൾ കണ്ടെത്തിയ ശേഷമാണ് നമ്മൾ റൂട്ടിലൂടെ നിങ്ങളെ തിരിച്ചുവിടുന്നതും ഒരു പ്രപ്പോസൽ നിങ്ങൾക്ക് നൽകുന്നതും നിങ്ങൾക്ക് വേണ്ടി ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ നമ്മൾ തയ്യാറാക്കുന്നതും. സോ ലെറ്റ് us think of opportunities today, and after you complete this entire video, take the number and give me a call today and we will discuss. Thank you very much.